പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മഹത്വം, മനസ്സിലാക്കേണ്ട ഗ്രേറ്റ്നെസ്, മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വ്യക്തിത്വമാണ് മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആ ഹബീബായ തങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കണം. ആ ഹബീബായ തങ്ങളുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി ഗവേഷകരെ പോലും പറഞ്ഞത് എന്താണെന്നറിയുമോ? The expansion of love between the Prophet sallallahu alaihi wasallam and the Sahabatul Kiram. ഇത് ഗവേഷകരുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ജീവിതവും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതവും പഠിച്ചിട്ട് ഗവേഷകരെ പോലും പറഞ്ഞ വാക്കുകളാണ്. നാം മനസ്സിലാക്കണം. കറുപ്പ് വെളുപ്പ് തൊഴിലാളി പാമരൻ വ്യത്യാസമില്ലാതെ സ്നേഹത്തിന്റെ നിറകുടമായ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം നാം എന്തിനു മാറ്റി നിർത്തണം? ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ചൂടെ മുസ്ലിമേ സഹോദരങ്ങളെ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചൂടെ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം. ആ ഹബീബായ തങ്ങളെ കുറിച്ച് അമുസ്ലിമീങ്ങളായ കവികൾ പോലും പ്രിയപ്പെട്ടവരെ സ്നേഹം കൊണ്ട്, ആനന്ദം കൊണ്ട് മുത്തുനബിയെ കുറിച്ച് പാടിയ പാട്ടുകള്, കവികൾ പോലും എത്രയോ അത്ഭുതമാണ്. മുസ്ലിം സമൂഹത്തിന് പോലും കേൾക്കുമ്പോൾ അസൂയ തോന്നുന്ന രീതിയിലുള്ള എത്രയോ നല്ല സുന്ദരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. നാം കേൾക്കുക, നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെങ്ങനെ. സുകുമാരി കാക്കാട് എന്ന് പറയുന്ന ഒരു കവി ലോകത്തിന്റെ ഹബീബായ തങ്ങളെ കുറിച്ച് വർണ്ണിച്ചത് എത്രയോ സുന്ദരമായിട്ടാണ്. നാം മനസ്സിലാക്കണം എങ്ങനെ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പണിതാ പ്രവാചക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളഞ്ചാർത്ത ഗോത്രകുറുമ്പിനെ, കാട്ടുഗൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനം ആക്കിയ നായക. സുകുമാര കാക്കാട് എന്ന് പറയുന്ന കവി പോലും അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചതാണ്. എങ്ങനെ ടാർഗേജ് എന്ന് പോലുമായി എഴുതിത്തള്ളിയ ഇരുണ്ട യുഗമുണ്ടല്ലോ, ഒരു കൂട്ടം കാട്ടറബി സമുദായം പെൺകുഞ്ഞ് ജനിച്ചാല് അപമാനമായി തീരുമ്പോൾ അപമാനമായി കാണുന്ന ആ കാട്ടറബി സമുദായത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന, ജീവനോട് കുഴിച്ചു മൂടുന്ന ആ കാലഘട്ടത്തില് അതാ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. പെണ്ണിന്റെ മഹത്വം അറിയാത്ത ഒരു പെണ്ണിന്റെ കാലൊച്ചയെങ്ങാനും കേട്ടുകഴിഞ്ഞാൽ